ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നാട്ടിലെ താരങ്ങളിൽ വരുന്നത് മുണ്ടത്തിക്കോട് തെങ്ങാലൂർ ഗ്രാമത്തിലുള്ള ഇന്ദു രാജനാണ്. ഏത് ഗാനവും ശബ്ദമാധുര്യത്തോടെ ആലപിക്കുന്ന ഈ കലാകാരിയെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. അപ്പോ നമസ്കാരം. നമസ്കാരം. നാട്ടിലെ താരങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ആദ്യമായിട്ടാണല്ലേ ചാനലിൽ ക്യാമറ മുന്നിൽ ആദ്യമായിട്ടാണ് തോന്നുന്നല്ലേ? അതെ അതെ, ടെൻഷനും കാര്യങ്ങളൊക്കെ കാണുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വരുന്നത് അല്ലേ? ചെയ്യുന്നത്. ടെൻഷനൊക്കെ ഉണ്ട്. മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഗുരുവായൂര് ഗുരുഭവനപുരി എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവിടെ ടീച്ചർ സീതാലക്ഷ്മി ടീച്ചറാണ് ആദ്യത്തെ ഗുരു എന്ന് പറയാം. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പും പാടിയിരുന്നില്ലേ? പാടാന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും സ്കൂളിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പാടിയിരുന്നു. ഈ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോ പാടും. സ്കൂളിലെ പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ, കലോത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ചെറുതായിട്ട് പാടുമായിരുന്നു. ലൈറ്റ് മ്യൂസിക് ഒക്കെ അങ്ങനെയൊക്കെ. പിന്നെ വീട്ടിലൊക്കെ അങ്ങനെ പാടാന്നല്ലാണ്ട് പുറത്ത് പോയിട്ടൊന്നും അങ്ങനെ പാടിയിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം പുറത്തേക്കൊക്കെ ഒന്ന് ഇവിടെ ചെറിയ ചെറിയ കല്യാണ പരിപാടികൾക്കൊക്കെ അങ്ങനെ പാടിയപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സിന്റെയും റിലേറ്റീവ്സിന്റെയും ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പാടുമ്പോ അവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോ ഒരു അവസരം കിട്ടുമ്പോ അങ്ങനെ പാടുന്നു മാത്രം. അപ്പൊ അങ്ങനെ പരിചയമായിട്ട് ഞങ്ങൾ അവിടെ ഒരു നാട്ടിനടുത്ത് തന്നെ, വീടിന്റെ അടുത്ത് തന്നെ ഒരു കുറച്ച് പിള്ളേര് ഒരു ചെറിയൊരു ഗ്രൂപ്പ് പോലെ ഇട്ടിട്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പില് അല്ല, സാധാരണ നമ്മള് ഗ്രൂപ്പ് പോലെ ഗ്രൂപ്പായിട്ട് ചെറിയ ഗ്രൂപ്പ് അത് കരോക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ അതിലൊക്കെ അങ്ങനെ പോകും. അങ്ങനെ ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. നാട്ടിൽ തന്നെ കേട്ടോ, അടുത്ത സ്ഥലങ്ങളൊക്കെ തന്നെ ആയിട്ട്. ഫാമിലിയില് ഹസ്ബൻഡ്, 3 കുട്ടികള്, 3 ആൺകുട്ടികളാണ്. മൂത്ത കുട്ടി ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിട്ടുണ്ട്. രണ്ടാമത്തെ ആള് 9ാം ക്ലാസ് പഠിക്കുന്നു. ഹസ്ബൻഡ് ഓട്ടോ ഓടിക്കുന്നുണ്ട്. പിന്നെ നല്ല സപ്പോർട്ടിങ് അല്ലേ? പാട്ട് കുട്ടികളൊക്കെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. വീട്ടിൽ വേറെ പാട്ട് പാടുന്നുണ്ടോ? കുട്ടികളൊക്കെ അങ്ങനെ കുറേശ്ശൊക്കെ ഇങ്ങനെ പാടണൊക്കെ ഉണ്ട്. ഒരു സംഗീതം അഭ്യസിക്കാൻ വെച്ച് തുടങ്ങിയിട്ടില്ല. മക്കൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അവര് എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നെ ചെയ്തു തരാം. എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കാനൊക്കെ അവരെന്നെ ഉണ്ടാവുക. ഏതുതരം ഗാനങ്ങളെ കൂടുതൽ പാടാൻ ഇഷ്ടം? എനിക്ക് ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടൊക്കെ പാടാറുണ്ട്. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പാടി നോക്കാറുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്. പാടാൻ ഇഷ്ടമാണ്. ചെറുതായിട്ടൊക്കെ ട്രൈ ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. വലിയ കാര്യമായിട്ട് നോക്കിയിട്ടില്ല. നമുക്കൊരു പാട്ട് കൂടി പാടാം. വലിയ പാട്ടനായിക്കോട്ടെ. പ്രണയ സന്ധ്യയൊരുവിൻ സൂര്യന്റെ വിരഹമറിയുന്നുവോ, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നുവോ. പ്രണയ സന്ധ്യയൊരുവിൻ സൂര്യന്റെ വിരഹമറിയുന്നുവോ, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നുവോ. പുലർനിലാവിന്റെ യമുനയിൽ ചന്ദ്രകാന്തമലിയുന്നുവോ, കനവിലായിരം കനകമേഘം കനൽ വരയ്ക്കുന്നുവോ. പ്രണയ സന്ധ്യയൊരുവൻ സൂര്യന്റെ വിരഹമറിയുന്നുവോ, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നുവോ. പാട്ടിൽ നിൻ പാട്ടിൽ സ്വരപത്മരാഗങ്ങൾ തേടി, നാക്കിൽ നിൻ
അനുരാഗിലമായ തപസിൽ വനദീപാഞ്ജലികൾ ഒരു ജലരാശിയിൽ ഒരു മഴമണിയാൻ പൊഴിയാൻ വരാം ഞാൻ. പ്രണയസന്ധ്യയൊരുവൻ സൂര്യന്റെ വിരഹമറിയുന്നുവോ, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നുവോ. കിനാവിന്റെ കാണാദ്വീപിൽ അമാവാസിരാവിൽ നിലാതാരമാമിൻ ജന്മം കണ്ടീല നീ. ആകാശം ഇരുൾ മൂടുമ്പോൾ മുറിവേൽക്കുന്നൊരു മനസ്സോടെ മഴ നനഞ്ഞ ശലഭം പോലെ തിരികെ യാത്രയാ. പ്രണയസന്ധ്യയൊരുവൻ സൂര്യന്റെ വിരഹമറിയുന്നുവോ, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നുവോ. പുലർനിലാവിന്റെ യമുനയിൽ ചന്ദ്രകാന്തമലിയുന്നുവോ, കനവിലായിരം കനകമേഘം കനൽ വിറയ്ക്കുന്നുവോ. പ്രണയസന്ധ്യയൊരുവൻ സൂര്യന്റെ വിരഹമറിയുന്നുവോ, വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നുവോ. ആ അടിപൊളിയാ, നന്നായി പാടി താങ്ക് യു. നല്ല രസമായി പാടി. ഇത് ഏത് സിനിമ എത്തിയത്? ഇത് ഒരേ കടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവിയാണ്. ആ നല്ല രസമായിട്ടോ, താങ്ക് യു. നന്നായി പാടി. ഞാൻ വല്ലാണ്ട് കേട്ടിട്ടില്ല, ആരും പാടിയതും കേട്ടിട്ടില്ല. മെലഡി ഗാനങ്ങളെ കൂടുതൽ ഇഷ്ടം അല്ലേ? എനിക്ക് മെലഡിയോടാണ് കൂടുതൽ താല്പര്യം. ശരി. തമിഴ് പാട്ടൊക്കെ പാടുമോ? തമിഴ് പാടാറുണ്ട്. അപ്പോ ഇന്നൊരു സന്തോഷം, നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഇന്നത്തെ ഒരു ദിവസം വന്നതിലും വളരെ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് അവസരങ്ങളും സ്റ്റേജിൽ കിട്ടട്ടെ. എനിക്ക് വളരെ സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിന്. കാരണമായത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഗുരുഭവനപുരിയിലെ ടീച്ചർ തന്നെയാണ്, സീതാലക്ഷ്മി ടീച്ചറാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് കിട്ടിയത്. അപ്പൊ ടീച്ചറോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. പിന്നെ നമ്മുടെ ചാനലിനും ഒരു വലിയൊരു നന്ദി രേഖപ്പെടുത്താണ്.